KCM സ്കൂളിൻ്റെ 98ാമത് വാർഷികാഘോഷ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ വികാരിയച്ഛന് പാചകപുരയുടെയും വാർഷിക സമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം കടന്നുപോയ ഏറ്റവും ബഹുമാന്യനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ അവർ നമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ അസിസ്റ്റന്റ് വികാരിയച്ഛന് സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്ട്രസ്, ഇനി ആശംസ അർപ്പിച്ച് സംസാരിക്കുവാനിരിക്കുന്ന PTA പ്രസിഡന്റ് ജോയിച്ചന്, അധ്യാപകര്, മാതാപിതാക്കള്, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഞാൻ ഈ വേദിയിൽ ഇരുന്നപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു, നമ്മുടെ കുമാരി ഐഷ നസീർ ഒരു ഗാനം ആലപിച്ചല്ലേ? അപ്പം നിങ്ങൾ എന്തുമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയല്ലേ, പ്രത്യേകം അനൗൺസ് ചെയ്ത് മറന്നുപോയോ? വെറുതെ പാടിയതല്ലല്ലോ, അനൗൺസ് ആരും ഓർക്കുന്നില്ലേ? ദേ ഈ അച്ഛനൊക്കെ ഇവിടെ ഇരിക്കോട്ടെ, എന്നെ വിചാരിക്കും നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാ. ശ്രദ്ധിച്ചിരിക്കണ്ടേ? ആർക്കെങ്കിലും പറയാവോ ഏത് കാര്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണെന്ന്? ഒന്ന് പറഞ്ഞു തന്നാല്. എന്തോ പിന്നെ ഇനി എന്നാ വേണം? LP സ്കൂളിലെ പിള്ളേർ എന്നാ പിടിപിടുക്കല. ഈ പ്രസിഡന്റും ഞങ്ങളൊക്കെ എത്രയോ സ്കൂളുകളിലെ വാർഷികത്തിന് പോകുന്നറിയോ, പക്ഷെ അവരോടൊന്നും ചോദിച്ചാലേ ഇത്രയും മിടുക്കരായിട്ട് ഉത്തരം പറയത്തില്ല. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പ്രസംഗം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ലെങ്കിലും നിങ്ങൾ പാട്ടും ശ്രദ്ധിച്ചു. ഇനി നമുക്ക് ഏതാണ്ട് 2-2.5 മണിക്കൂർ സമയത്തേന് നല്ല പരിപാടികളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം നല്ല സന്തോഷമായില്ലേ? ഞാനിന്ന് 10 മിനിറ്റ് നേരത്തെ ഇനി വന്നു. ഞാൻ ഈ ഹാളിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഓരോരുത്തരുടെ മുഖത്തോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. എന്തൊരു സന്തോഷമാണ്! എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഉടുപ്പുകളൊക്കെ ഇട്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഈ സന്തോഷം മാത്രം പോരാ, നമ്മളെ ഒരു അധ്യയന വർഷം തീരുമല്ലേ? ഈ മാർച്ച് മാസം 28 അല്ല 29-ാം തീയതിയോടുകൂടി നമ്മുടെ പഠിത്തമൊക്കെ തീരും. അപ്പോൾ ആ സന്തോഷത്തിന്റെ അവസരത്തിൽ ഇവിടെ റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ ഞങ്ങളൊക്കെ സ്റ്റേജിലിരിക്കുന്ന ആളൊക്കെ ശ്രദ്ധിച്ചു കേട്ടു എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. നമ്മുടെ നോട്ടീസിൽ തന്നെ കണ്ടു, കൊച്ചു മിടുക്കികളും മിടുക്കന്മാരും ഒക്കെ LSS സ്കോളർഷിപ്പിന് വിജയിക്കും. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നേട്ടം നേടാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണോ? അല്ല. പിന്നെ ആരൊക്കെ ഇതിനകത്ത് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്? ടീച്ചർമാരുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും നല്ലൊരു സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം നേടിയെടുക്കാൻ സാധിച്ചത്. നിങ്ങളെല്ലാം പ്രസംഗം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഒരു കാര്യം എന്നറിയോ, നമുക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ മാത്രം പോരല്ലേ? അപ്പം നിങ്ങൾ കലാരംഗത്ത് ഒത്തിരി നേട്ടങ്ങൾ നേടി, കായിക രംഗത്ത് നേടിയിട്ടുണ്ട്. പിന്നെ അതിനൊപ്പമായിട്ട് നമ്മൾ ആരായി വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനായിട്ട് നമ്മൾ വളർന്ന്. നമ്മുടെ വികാരിയച്ഛൻ പ്രസംഗിച്ചപ്പം പറഞ്ഞു, നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു, നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താ? നമ്മൾ അങ്ങനെ വളരണം, മനുഷ്യരായിട്ട് വളരണം. ബഹുമാന്യായ പ്രൊഫസർ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലേ? ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണെന്നും പറഞ്ഞ് വലിയ അഹങ്കാരത്തോടുകൂടിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഒത്തിരി അരുതുകളെ കുറിച്ച് പറഞ്ഞല്ലേ? നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് പ്രാവർത്തികമാക്കണം? ഈ അരുതെന്ന് പറയുന്ന കാര്യങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. നമുക്ക് എപ്പോഴും എവിടെ ചെന്നാലും പറയണം. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, വിദ്യാഭ്യാസ നിങ്ങൾ ഓർമ്മയിലിരിക്കുന്ന അധ്യാപകരുടെയും മറ്റു കാര്യങ്ങളും ഒക്കെ LP സ്കൂളിൽ പഠിക്കുമ്പോഴേക്കാണ്. ചിലപ്പോഴാണെങ്കിൽ നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അധ്യാപകരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പെടലി നേരെയൊന്നും ഇരിക്കത്തില്ല, ചെരിഞ്ഞ് കാണാത്ത മട്ടിൽ അങ്ങ് പോകും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏത് വഴിയരികിൽ വെച്ച് കണ്ടാലും ഓടി വന്ന് നമ്മൾ അധ്യാപകരെ നമ്മൾ ബഹുമാനത്തോട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾ ഇതിന് ശേഷം പോയിട്ടാണെങ്കിലും നമ്മൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. അത് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാനായിട്ട് നിങ്ങളെക്കുറിച്ച് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇത് വാക്ക് നിർത്തുന്നു.